Simbang dokter ini fisioterapi lain dokter. പ്രവാസി സേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാത്തേക്ക് കടക്കും. ഭയങ്കര അടച്ചു പ്രവാസ മേഖലയിലുള്ളവരുടെ ക്ഷേമവും സൗകര്യവുമെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തുന്ന നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പ്രവാസി ക്ഷേമനിധി ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തെ സംബന്ധിച്ച് പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള ഉയർച്ചയിലെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സമൂഹമാണ് പ്രവാസി സമൂഹം. ഇവിടെ നിന്ന് പല പ്രാരാബ്ദങ്ങൾക്കിടയിൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി വിദേശത്ത് പോവുകയും അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അവിടെയല്ല നമ്മുടെ നാട്ടിലെ പ്രവാസികൾ നിക്ഷേപിക്കുന്നത്, ഇവിടെ നമ്മുടെ കേരളത്തിലാണ്. ഇവിടെ കെട്ടിടങ്ങളായും വസ്തുവകകളായും ഒക്കെ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തി നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനും അവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി നിൽക്കാനും ഒക്കെ പ്രവാസികളുടെ മുൻകൈയിൽ സാധിച്ചിട്ടുണ്ട്. നിരവധിയായ ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങളും പ്രവാസികൾ മുൻകൈയെടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ക്ഷേമം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ അവർക്ക് വളരെ വളരെ നല്ല നിലയിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് പ്രവാസി സേവാ കേന്ദ്രം മാറും. നമുക്കറിയാം, താരതമ്യേന ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വെള്ളിക്കീഴി പഞ്ചായത്തുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കടമ്പഴിപ്പുറം പഞ്ചായത്ത്, വിശേഷിച്ച് പുലാപ്പറ്റ ഉൾപ്പെടുന്ന പ്രദേശത്ത് പ്രവാസികളുടെ എണ്ണത്തിൽ താരതമ്യേന വർധനവുണ്ട്. ഇതിനേക്കാൾ വർധനവുള്ള പ്രദേശങ്ങളും ജില്ലകളുമുണ്ട്. മലപ്പുറം ജില്ലയൊക്കെ ഏതാണ്ട് എല്ലാ വീട്ടിലും ഒരു പ്രവാസി ഉള്ള നിലയിലുള്ള ജില്ലയാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം, പ്രവാസി സേവാ കേന്ദ്രം, അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം നൽകുന്ന ഒരു നല്ല കേന്ദ്രമായിട്ട് ഇന്നിവിടെ പുലാപ്പറ്റയിൽ ഉമ്മനഴിയിൽ ഒരു കേന്ദ്രം ഇന്നിവിടെ സ്ഥാപിതമാവുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ മൊയ്തീൻകുട്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും നിങ്ങളോട് ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്യും. പ്രവാസികളുടെ ഇത്തരത്തിലുള്ള ഒരു സേവാകേന്ദ്രം ശ്രീകൃഷ്ണപുരത്ത് നടത്തുന്ന എൻ്റെ +2 സമയത്തെൻ്റെ ബാച്ച്മേറ്റ് കൂടിയായിരുന്ന ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന സൗജത്യവിടെയുണ്ട്. പ്രവാസി സംഘടനയുടെ നേതാക്കളുണ്ട്. കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇപ്പോൾ പൊതുപ്രവർത്തകനുമെല്ലാമായിട്ടുള്ള ബാലകൃഷ്ണേട്ടനുണ്ട്. ഈ പ്രദേശത്തുള്ള പ്രവാസി സംഘത്തിൻ്റെ നേതാക്കളായിട്ടുള്ള റിയാസ് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ വാപ്പുട്ടി ഉൾപ്പെടെ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഒരു നല്ല ചടങ്ങാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുന്നു. ഈ സ്ഥാപനത്തിന് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി നല്ല വിശ്വാസ്യത നേടി മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രവാസികളുടെ ക്ഷേമവും സൗകര്യങ്ങളുമെല്ലാം ഉറപ്പുവരുത്തുന്ന കൂട്ടത്തിൽ അതിന് അഭിമാനകരമായ നിലയിൽ പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിനാകട്ടെ എന്ന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഐസക് വർഗീസ്, ഈ സേവാ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള
നമ്മുടെ പ്രിയപ്പെട്ട ഒറ്റപ്പാലത്തിൻ്റെ MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, വേദിയിലുള്ള പ്രവാസി സംഘത്തിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാസികളെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ MLA സൂചിപ്പിച്ചു. ഞാനും ഒരു പ്രവാസിയായിരുന്നു. 25 വർഷക്കാലം ഞാനൊരു പ്രവാസിയായിരുന്നു. ആ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ടാണ് ഇവിടെ കടമ്പഴിപ്പുറത്ത് നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ചതൊക്കെ. നേരത്തെ MLA സൂചിപ്പിച്ചു, കേരളീയരുടെ ഒരു പ്രത്യേകത, വിദേശത്ത് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികൾക്കുണ്ടാവുന്നൊരു പ്രത്യേകതയുണ്ട്. മലയാളികളുടെ കൂട്ടായ്മകൾ. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിച്ച നോർക്ക സെല്ല് മറ്റു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു സംവിധാനവുമില്ല. മറ്റു സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ കേരളത്തിൽ മാത്രമാണോ ഇങ്ങനെ പ്രവാസികളുള്ളൂ? ഞങ്ങളൊക്കെ പ്രവാസികളാണ്, പക്ഷെ ഞങ്ങളുടെ ഒന്നും സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. മലയാളികളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതാണ്. നമ്മുടെ ഗവൺമെൻറ് പ്രവാസികളെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി പെൻഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ പ്രവാസത്തിൽ ജീവിച്ച്, അല്ലെങ്കിൽ 70-80 വയസ്സൊക്കെ പ്രവാസ ജീവിതം